പോകാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. വേദപുസ്തകങ്ങളെ കൊണ്ടുവന്നവരെല്ലാം വേദപുസ്തകങ്ങളെ തുറന്നാട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 21-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാമോ? യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കഷ്ടത ദർശിക്കുവാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവിടെ മധ്യയുണ്ട്. നല്ല വചനത്തിനായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോര ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ കൊണ്ടുവന്നവരെല്ലാം കരം വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകലിലാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. ദൈവസന്നിധിയിൽ നിന്ന് ചെറിയൊരു ദൂത് നിങ്ങളോട് വേഗത്തിൽ കൈമാറി എൻ്റെ മുൻപിലുള്ള സമയത്തിനകത്തിരിക്കുവാൻ ദൈവനാമം ശരണപ്പെടുന്നു. സംഖ്യാപുസ്തകം നാം വായിച്ചപ്പോൾ തന്നെ, ഈ അധ്യായം വായിച്ചപ്പോൾ തന്നെ നമുക്ക് സന്ദർഭമെല്ലാം വേദപുസ്തകം പഠിക്കുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞു. അവരുടെ ഹൃദയത്തിനകത്തൊരു ചെറിയ പിക്ചർ വെളിപ്പെട്ട് കഴിഞ്ഞു. പ്രിയരെ, ഇസ്രായേൽ, ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സെക്ഷനിൽ പറഞ്ഞതുപോലെ, ഇസ്രായേൽ 40 വർഷം 41 കൂടാരം മാറ്റി മാറ്റി അടിച്ചു. 41 കൂടാരം അടിക്കുന്നതിൻ്റെ ചേർന്ന് മോവാബ് സമഭൂമിയിൽ ഇസ്രായേലിൻ്റെ കൂടാരം നാട്ടുകയാണ്. മോവാബ് സമഭൂമിയിൽ ഇസ്രായേലിൻ്റെ കൂടാരം നാട്ടി കഴിഞ്ഞപ്പോൾ സിപ്പോറിൻ്റെ മകനായ രാജാവിൻ്റെ പേരിങ്ങനെ പറയുന്നു, ബാലാക്ക്. ആമേൻ. ഈ ജനത്തിൻ്റെ വളർച്ച കണ്ടിട്ട് ബാലാക്ക് തന്നെ പറയുന്നൊരു പദമുണ്ട്, കാള പുല്ല് തിന്നുന്നത് പോലെ ഈ ജനം ദേശം മുഴുവനും ആമേൻ അവകാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനത്തിൻ്റെ വളർച്ച തടയണം. സിപ്പോറിൻ്റെ മകനായ ബാലാക്കിൻ്റെ ചിന്ത, ഈ ജനത്തിൻ്റെ വളർച്ച തടയണം, ഇവൻ്റെ അനുഗ്രഹത്തെ തടയണം. ഇവൻ്റെ അനുഗ്രഹത്തിനെ തടയണമെങ്കിൽ ഒരുവനെ കൊണ്ട് ശപിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ സിപ്പോറിൻ്റെ മകനായ ബാലാക്ക് ബിലയാം എന്ന് പറയുന്ന ശക്തനായ പ്രവാചകനെ തൻ്റെ പൊന്ന് കാണിച്ചു, തൻ്റെ കയ്യിലുള്ള പണം കാണിച്ചിട്ട് ബാലാക്കിനെ വിളിക്കുകയാണ്. ബാലാക്കിനോട് പറഞ്ഞു, ഈ ജനത്തിനെതിരെ നീ പ്രവചിക്കണം. ഈ ജനത്തിനെതിരെ നീ ശാപം പ്രവചിക്കണം. ഈ ജനം ശപിക്കപ്പെടണം. ഈ ജനം ശപിക്കപ്പെടണം. ബിലയാം 3 പ്രാവശ്യം ജനത്തെ ശപിക്കാൻ ബാലാക്ക് 3 പ്രാവശ്യം ബിലയാമിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. 3 പ്രാവശ്യം ബിലയാം ശപിക്കാൻ വേണ്ടി തുനിയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ബിലയാമിൻ്റെ നാവ് ചലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുൻപിൽ ഇറങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുൻപിൽ ഇറങ്ങി. മറ്റൊരു പ്രാവശ്യം കഴുത ദൂതനെ കണ്ടു. ഇവൻ്റെ കണ്ണ് മങ്ങിയപ്പോൾ കഴുത ദൂതനെ കണ്ടു. കഴുത പോലും ബിലയാമിനോട് പ്രവചിക്കുന്ന ആഴമേറിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകല് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാ. ദൈവം അനുഗ്രഹിച്ച നിന്നെ ശപിക്കാൻ ആർക്കും കഴിയില്ല. ദൈവം അനുഗ്രഹിച്ച നിന്റെ സഭയെ തകർത്തു കളയാൻ ഉലകത്തിൻ്റെ ശക്തികൾക്ക് കഴിയില്ല. ദൈവം അനുഗ്രഹിച്ച നിന്റെ തലമുറയും, ദൈവം അനുഗ്രഹിച്ച നിന്റെ ശുശ്രൂഷയും, ദൈവം അനുഗ്രഹിച്ച നിന്റെ ജീവിതത്തെ തകർക്കാൻ ഉലകത്തിലെ ഒരു പ്രവാചകനും കഴിയില്ല, ഉലകത്തിലൊരു വ്യക്തിക്കും കഴിയില്ല. ഇന്ന് പകൽ അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിന് ആരാധന കൊടുക്കണം. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകൽ ശത്രുവിന്റെ പല പദ്ധതികളും ഈ പകൽക്കാല ദൈവം ഉടയ്ക്കുകയാണ്. ദൈവ ചിലവിന്റെ ആലോചനകളെ വ്യർത്ഥമാക്കുന്ന പകലാണ്. ഒരു ആയുധവും ഫലിക്കാതെ വണ്ണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കല ഈ പകൽ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെടുകയോ. കരമടിച്ചു വായ്കളെ തുറമ എന്റെ ദൈവത്തിന് ആരാധന കൊടുത്തോട്ടെ.
ഹാളിനകത്ത് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ ശ്രവിക്കുന്നവിടമേ, ഇനി ശ്രവിക്കാൻ പോകുന്നവിടമേ ഈ ശക്തി അതുപോലെ വെളിപ്പെടുകയോ. ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വാഗ്ദത്തം പറഞ്ഞ് വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പകൽ ഉലകത്തിലെ ഒരു വ്യക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല, നിനക്കെതിരെ മാവ് ചലിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം ആത്മാവ് അങ്ങനെ പ്രവചിക്കുന്നു. ചിലവിന്റെ മാവിനെ ദൈവം ബന്ധിക്കുക, നിനക്കെതിരെ ചലിക്കുന്ന ചില മാവിനെ ദൈവം ബന്ധിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽ ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ചില മാനുഷിക മാവുകളെ ബന്ധിച്ച ആത്മാവ് ചിലവനെ ഒതുക്കുകയോ. ശരാബലഘടക അർഖാബലഘടക റിഗന്ധരാറികൾക്കവ ബിലയാമ് ശാപം പ്രവചിക്കാൻ പദ്ധതിയിടുക. പക്ഷേ ദൈവം അനുഗ്രഹിച്ചവനെ അവൻ എങ്ങനെ ശപിക്കും? അമ്മ ഇന്ന് പകൽക്കാലം കേട്ടെ, 3-ലധികം പ്രാവശ്യം ബിലയാമിന്റെ മുൻപിൽ ബാലാക്ക് വരിക, ഓഫറുകൾ കൂടുക, ഡിമാൻഡുകൾ കൂടുക. ആമേൻ. അവനുള്ളതെല്ലാം ഒരു വാക്യത്തിനകത്ത് വായിക്കുന്നത്, ബിലയാമിന്റെ കൂടാരം നിറയ്ക്കുവോളം പൊന്നുകൾ കൊടുക്കാമെന്ന് ബാലാക്ക് ഓഫർ ചെയ്യുക. പക്ഷെ ബിലയാമിന് ആഗ്രഹമുണ്ട്, ഇവരെ ഒന്ന് ശപിച്ച കൊള്ളാം, പക്ഷേ ശപിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കിടക്കുക. ആർക്കൊക്കെ നിന്നെ തകർത്ത് കളയാൻ പദ്ധതിയുണ്ട്, ആർക്കൊക്കെ നിന്നെ ദേശത്ത് നിന്ന് ഓട്ടിച്ച് കളയാൻ പദ്ധതിയുണ്ട്, ആർക്കൊക്കെ നിന്റെ സഭയെ പൂട്ടിക്കാൻ പദ്ധതിയുണ്ട്, ആർക്കൊക്കെ നിന്റെ തലമുറയെ തീർത്തു കളയാൻ പദ്ധതിയുണ്ട്. പക്ഷെ കഴിയില്ല. അനുഗ്രഹം നിന്റെ തലയുടെ മുകളിൽ, അനുഗ്രഹം നിന്റെ തലയുടെ മുകളിൽ നിൽക്കുക. Sarabala Hatarada Ribalasha Arabala Hadagadara Vaishavara Hadagadara Sharada Rapcharada Rapcharada Rada Racharada Rada Sharatara Tara 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 Sharabala Hatchara Tara Mana Kabaratala Sharaba. Oh, പ്രിയരെ, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ബിലയാമ് 3-ലധികം പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അവസാനം ബാലാക്ക് വന്ന് ബിലയാമിനോട് പറയുക, എങ്ങനെയെങ്കിലും നീ ഒന്ന് ശപിക്കടാ, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഒതുക്ക്. അപ്പം ബിലയാം പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ തനിച്ചു പാർക്കുന്ന ജനം, ഇത് ജാതികളുടെ എണ്ണത്തിൽ കൂട്ടാത്തത്. ഓ ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യം അതാണ്. അവരുടെ ഇസ്രായേലിന്റെ നടുവിൽ തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനില്ല. ഇത് തനിച്ചു പാർക്കുന്നവനാണ്. ഇത് മോവാബ് സമഭൂമിയിൽ പാളയമടിച്ചവരാണെങ്കിലും ഇത് തനിച്ചു പാർക്കുന്നവരാണ്. ബാലാക്കേ, ഇവർക്കെതിരെ രാജാക്കന്മാർ തിരിയാതിരുന്നിട്ടില്ല, ഇവരെ ഒതുക്കാൻ പ്രഭുക്കന്മാർ പദ്ധതിയിടാതിരുന്നിട്ടില്ല. പക്ഷെ ഇവര് തകരാത്തതിന് കാരണം, ഇവരുടെ നടുവിൽ തിന്മ വെളിപ്പെടാത്തതിന് കാരണം, ഇവരിൽ കഷ്ടത വെളിപ്പെടാത്തതിന് കാരണം, ഈ പകൽ അതാണ് എന്റെ ദൂത്. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്, അവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്. പ്രിയരെ, ബിലയാം ബാലാക്കിനോട് പറയുക, യാക്കോബിൽ തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനേ ഇല്ല. അതിന് കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ,
അവരുടെ മധ്യേ ദൈവമുണ്ട്. അവരോട് കൂടെ ദൈവം ഇരിക്കുക. അടുത്ത പദമായി എന്നെ ചലിപ്പിച്ചത് രാജകോലാഹലം അവിടെ നടുവിലുണ്ട്, അവരുടെ മധ്യയുണ്ട്. എവിടെയാ രാജകോലാഹലം വെളിപ്പെടുന്നത്? രാജാവുള്ളടുത്ത് രാജകോലാഹലമുണ്ട്. ബിലാമേ, നീ ബാലാക്കേ, നീ രാജാവായിരിക്ക, പക്ഷെ രാജാവ് അവിടെ നടുവിലുണ്ട്. പിടികിട്ടുന്നോ? മോവാബ് സമഭൂമി, ആ ജനത്തെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് നോക്കണം. ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു താഴ്വരയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, നടുവിൽ ഒരു വലിയൊരു ടെന്റ്, മതിലുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇളക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ പണിയപ്പെട്ട ഖദിരമരം കൊണ്ട്. ആ പദം ഞാൻ പറയട്ടെ, ഖദിരമരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ആ മരത്തെ കാണാൻ ആഞ്ഞിലിന്റെ അത്ര സൗന്ദര്യമില്ല, തേക്കിന്റെ അത്ര പ്രൗഢിയില്ല, പ്ലാവിന്റെ അത്ര മഞ്ഞളിപ്പില്ല. ഖദിരമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഈ ബോക്സ് പോലെ ഇരിക്കും. ആമേ, കറുത്ത് നമ്മൾ വിചാരിക്കും ഖദിരമരം എന്ന് വിചാരിക്കും നീളന വളരുന്ന മരം എന്നാ. ഇല്ല. ആമേ, ഒരടി കഴിയുമ്പോ 3 അടി വളവ്, പിന്നെയും ഒരടി നേരെ, പിന്നെ 2 അടി വളവ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞിരിക്കുന്ന മരം. ഒരാശാരി പോലും ആ മരം കൊണ്ടൊന്നും പണിയില്ല, ആർക്കും ഉപയോഗമില്ലാതെ, കാണാൻ ഭംഗിയില്ലാതെ ഇരുണ്ട നിറമുള്ള ഖദിരമരത്തെ ആർക്കും ചേർത്ത് പിടിക്കത്തില്ല. പക്ഷേ വചനം പറയുന്നു, ആർക്കും പണിയാക്കാൻ കഴിയാത്തതിന് എൻ്റെ ആലയത്തെ ഞാൻ പണിയാം. ആർക്കും വേണ്ടാത്തതിനെ കൊണ്ട് ഞാൻ എൻ്റെ ആലയത്തെ പണിയോ. ഈ പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിനക്ക് യോഗ്യതയില്ലാഞ്ഞിട്ട കുഞ്ഞ് എൻ്റെ ദൈവം തിരഞ്ഞെടുത്തത് നിന്റെ അയോഗ്യതകളാണ്. എൻ്റെ ദൈവം നിന്നെ വലിപ്പമുള്ള ആഞ്ഞിലി ഉണ്ടായിട്ട്, വലിപ്പമുള്ള സൗന്ദര്യമുള്ള തേക്കുണ്ടായിട്ട്, എമ്പുകൊണ്ട് എന്റെ ദൈവം ഖദിരമരത്തെ തിരഞ്ഞെടുത്തു. ഇന്നു പകൽ ആർക്കും പണിയാ കഴിയാത്തതിനെ കൊണ്ട് എന്റെ ദൈവം ചിലവ് പണിയിക്കുന്നത്. ഈ പട്ടണത്തിൽ ഞാൻ അങ്ങനെ ഒരു ദൂത് കൈമാറ്. ആർക്കും വേണ്ടാത്ത നിന്നെ കൊണ്ട്, ആരും പരിഗണിക്കാത്ത, ആരോ പറയുന്നു പാസ്റ്റർ എനിക്ക് സൗന്ദര്യമില്ല, ആരോ പറയുന്നു പാസ്റ്റർ എനിക്ക് കഴിവില്ല, ആരോ പറയുന്നു എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പഠിച്ചാൽ ഒന്നും ഓർമ്മയിരിക്കില്ല. ഇന്ന് പകൽ ലോകത്തിന് പിന്നെ വേണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് പണിയോ. ഈ പകൽക്കാലം എന്റെ ദൈവത്തിന് പിന്നെ മതി കുഞ്ഞേ. ദൈവം മോശയോട് പറയുന്നത്, സമാഗമന കൂടാരം പണിയുമ്പോ നീ എനിക്ക് ഈ മരങ്ങളൊന്നും എടുക്കണ്ട, എനിക്ക് ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാശാരി പോലും തിരഞ്ഞു നോക്കാത്ത കാട്ടിൽ കിടക്കുന്ന കതിരകളുണ്ട്. അതിനെ വെട്ടിക്കൊണ്ടുവരണം. ശ്രദ്ധിക്കേ. എൻ്റെ പ്രസംഗ വിഷയം അതല്ല, പക്ഷെ എൻ്റെ ഹൃദയം ചലിക്കുന്നത് കൊണ്ട് പറയാം. അതിനെ വെട്ടിക്കൊണ്ടുവരണം. അതിൻ്റെ തോല് ചെത്തുമ്പോൾ അതിനെ കാണാൻ ഇരുണ്ടിരിക്കും. അവന്റെ തോല് ചെത്തുമ്പോ ഇരുണ്ടിരിക്കും എന്ന് പറഞ്ഞ ലോകക്കാർക്കൊന്നും ഇഷ്ടമില്ല. ഇരുണ്ടതാ, യോഗ്യതയില്ലാത്തതാ, കഴിവില്ലാത്തതാ, ബലഹീനതയുള്ളതാ. പക്ഷെ എന്റെ ദൈവം പറഞ്ഞത് കേട്ടോ, ഈ കറുത്ത ഇരുണ്ടിരിക്കുന്ന ഈ കതിരെ കൊണ്ടുവന്നിട്ട് അവനെ പൊന്നുകൊണ്ട് മൂടണം. കൃപ കൊണ്ട് മൂടണം. അഭിഷേകം, അഭിഷേകം കൊണ്ട് മൂടണം. മോശേ ഖദിരമരത്തെ കൊണ്ടുവന്ന് പൊന്നുകൊണ്ട്, വെള്ളി കൊണ്ട്,
പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ മക്കളെ. ദൈവം നിന്നെ വേലയ്ക്ക് വിളിച്ചത്, കുടുംബമേ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്. അർഗമയില്ലാത്ത പൊന്നുകൊണ്ട് മൂടാ, അർഗമയില്ലാത്ത വെള്ളി കൊണ്ട് മൂടാ. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ എന്റെ ദൈവത്തെ കരമടിച്ച് വൈഡബരം തുര വൈഡബരദ്ദ റീബാരാബ അർത്ഥാരാബ റീഖാബാല ഓ റീബാരകൽഖബ റിദാരകൽഖബ. മക്കളെ, അതുകൊണ്ടാണ് ഈ ദൈവത്തെ ഇത്രമാത്രം ഞാൻ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ആർക്കും വേണ്ടാത്ത മരത്തെ എന്റെ ദൈവം എങ്ങനെയാ മൂടിയത്? കതിരമരത്തെ പൊന്നുകൊണ്ട് മൂടി, പൊന്നുകൊണ്ട് മൂടി, വിലേറിയ പൊന്നുകൊണ്ട് മൂടി. പുതു നിയമത്തിൽ എന്റെ ദൈവം എങ്ങനെയാ മൂടിയേ? അർഹതയില്ലാത്ത കൃപ കൊണ്ടുകൂടി, യോഗ്യതയില്ലാത്ത മാന്യത കൊണ്ടുകൂടി, അർഹതയില്ലാത്ത പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ കബിരകളെ മറച്ചു. കതിരമരത്തെ പൊന്നുകൊണ്ട് മൂടി. അവിടെ കൂടാരത്തിന്റെ നടുവിൽ ഒരു ആലയം, മരുഭൂമിയിലെ ആലയം. The tabernacle in the wilderness. മരുഭൂമിയിലെ സഞ്ചരിക്കുന്ന ആലയം. The walking temple of God. സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ആലയം. അതിന്റെ നടുവിൽ ഒന്ന് ശ്രദ്ധിച്ചേ. അതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിന്റെ ചുറ്റും ഓരോ ഗോത്രങ്ങൾ. ഹലോ, ആദ്യത്തെ റൗണ്ടിൽ മഹാപുരോഹിതന്മാർ, അതിൻ്റെ പുറകിൽ പുരോഹിതന്മാർ, അവരുടെ പുറകിൽ ഓരോ സൈഡിലും ഓരോ ഗോത്രങ്ങൾ. ആ ഗോത്രങ്ങൾ എങ്ങനെ കിടക്കണം? ട്രയാങ്കിൾ പോലെ കിടക്കണം. എങ്ങനെ? ട്രയാങ്കിൾ പോലെ കിടക്കണം എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഒരു വലിയ സൈന്യം പാളയം ഇറങ്ങിയിരിക്കുന്നത് പോലെ, അതിന്റെ മടുവിൽ അതിന്റെ ക്യാപിറ്റൽ സിറ്റി ഉയർന്നു നിൽക്കുന്ന പോലെ ദൈവത്തിന്റെ ആലയം ഉയർന്നു നിൽക്കുക. അമ്മേ, ഓരോ ഗോത്രത്തിന്റെ മുൻപിലും അവരുടെ ഗോത്രത്തിന് ദൈവം കൊടുത്ത കൊടി അടയാളം നാട്ടണം. ഓ രാമനഘടക, പാറിപ്പറക്കുന്ന കൊടി, ദൈവത്തിന്റെ മനോഹരമായ ആലയം. അവിടെ വചനം പറയുന്നു, ബാലാക്ക് പറയുന്നു, അതുകൊണ്ട് യാക്കോബിൽ തിന്മ. ഇവർ തനിച്ചു പാർക്കുന്നവരാണ്, ജാതികളുടെ എണ്ണത്തിൽ കൂട്ടപ്പെടാത്തവരാണ്. പക്ഷേ അവരുടെ മടുവിൽ തേജസ് ഇറങ്ങുന്ന ഒരു ആലയമുണ്ട്. അവരുടെ മടുവിൽ ദൈവമകത്വമിറങ്ങുന്ന ഒരിടമുണ്ട്. അതുകൊണ്ട് അവരിൽ തിന്മ കാണാനില്ല, കഷ്ടത ദർശിപ്പാനേ ഇല്ല. ഈ പകൽ കഷ്ടത വരാഞ്ഞിട്ടല്ല കുഞ്ഞ്, തിന്മ പദ്ധതിയിടാഞ്ഞിട്ടല്ല മിന്നിൽ അത് വെളിപ്പെടാത്തത്. പിന്നെ കൂടെ ദൈവമുണ്ടായിരുന്നു. 2025 ജീവനോടിരിക്കുന്നത് കുഞ്ഞെ കൂടെ പറമ്പ് എന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എത്രയോ പകൽ ജോലിക്ക് പോയിടത്ത്, എത്രയോ പകൽ വാഹനം ഓടിച്ചപ്പോ, എത്രയോ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് പോയപ്പോ പിന്നെ ഒതുക്കിക്കളയ ശത്രു പദ്ധതിയുമായി വന്നിട്ട് നിന്റെ കൂടാരത്തിൽ തിന്മ കാണാനില്ലാതായത് എന്റെ ദൈവമിന്റെ മടുവിലുണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ സ്തുതിച്ച പോരാ, ഇങ്ങനെ ആരാധിച്ച പോരാ. കൂടപ്പറപ്പ് എല്ലാം തകർന്ന് ആത്മഹത്യ മാത്രം വഴി മുൻപിൽ നിന്നപ്പോൾ ഈ പകൽ മിന്നക ജീവിതത്തിനകത്ത് എന്റെ ദൈവ കൂടെയുണ്ടായിരുന്നവ. അസാധാരണമായ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. എമ്മറിയിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ മകത്ത് ഈ ഹോളിനകത്ത് വെളിപ്പെടുക. കാഴ്ചക്കാരായിരിക്കുന്നവർക്ക് ഇരിക്കുക, ഈ പകൽ സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുക. ഈ പകൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ശത്രു ഇട്ടിരിക്കുന്ന ചില തിന്മകളെ ആത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുക, ആത്മാവ് എടുത്തെറിയാൻ പോകുക. ശത്രുവിന്റെ ചില പദ്ധതികൾ, ഈ ഉപവാസ പ്രാർത്ഥന തലമുറകളുടെ ഭാവിക്കകത്ത് വലിയ ചലനങ്ങൾ.
ഷാരാബാല ഹർത്താബാല. ഈ പകൽക്കാല ചിലത് ആത്മാവ് പിടിക്കുക. ശത്രുവിന്റെ ചില തീയമ്പുകൾ ഏത് വഴി വന്നോ അതേ വഴിയിൽ തിരിച്ചു പോകും ഒരു വെളിപ്പാട്. ആരും എന്നെ ഒതുക്കാൻ ശ്രമിച്ചോ, ആരും എന്റെ തലമുറയെ തീർത്താൻ ശ്രമിച്ചോ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറ, എന്നിൽ തിന്മ കാണാനില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇരിക്കുക, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇരിക്കുക. എനിക്ക് ആര് തിന്മയ്ക്കായി ചെയ്തത് എൻ്റെ ദൈവം നന്മയ്ക്കായി തീർക്കും. പ്രിയരേ, 2025 ഈ ജൂലൈ മാസത്തിലും ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ നമുക്ക് കൃപ നൽകിയത് കഴിവല്ല, മിടുക്കല്ല, സൗന്ദര്യമല്ല, ഈ ലോകത്തുള്ള ഒരു നന്മകളുമല്ല. പക്ഷെ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്റെ കൂടെ ഇരുന്നതാ, നിന്റെ പക്ഷത്ത് ദൈവം ഉണ്ടായതാ. എത്രയോ പ്രാവശ്യം നിന്റെ വാഹനം ആക്സിഡന്റ് ആകേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ തലമുറ നിന്റെ വീട് വിട്ടു പോകേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ സഭ പൂട്ടേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ സാമയ ശുശ്രൂഷ തീരേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം നിന്റെ തലമുറ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു, എത്രയോ പ്രാവശ്യം ജീവിതം എടുത്ത് ഒരു രോഗിയായി നീ ഒതുങ്ങേണ്ടതായിരുന്നു. പക്ഷെ നിന്റെ വീട്ടിൽ കയറാത്തതിന് കാരണം ബലവാനായവൻ നിന്റെ കൂടെ ഉണ്ടായത് കൊണ്ട്, ആമേൻ, ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അർഗമയില്ലാത്ത ജീവിതം ഈ പകൽക്കാലം നിൽക്കുന്നത് എന്റെ ദൈവമിന്റെ കൂടെയുള്ളത് കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ആരാധന. രാത്രി ഞാൻ ഈ വചനം ഇങ്ങനെ ധ്യാനിക്കുമ്പോ ഏകദേശം 1.5 മണി കഴിയുമ്പോ എന്റെ ഹൃദയം നിറഞ്ഞു, എന്റെ കണ്ണ് നിറഞ്ഞു. ഒറ്റ കാര്യം, ദൈവമുള്ളത് കൊണ്ടാ, ദൈവമുള്ളത് കൊണ്ടാ, വിശുദ്ധി കൊണ്ടല്ല, പ്രാർത്ഥനയുടെ മിടുക്ക് കൊണ്ടല്ല, പ്രസംഗത്തിന്റെ വലിപ്പം കൊണ്ടല്ല. എത്രയോ പ്രാവശ്യം പിന്മാറിപ്പോയി, എത്രയോ പ്രാവശ്യം ദൈവത്തെ മറന്നു, എത്രയോ പ്രാവശ്യം വായിൽ നന്മ ഇരുന്നപ്പോഴും പുറുപുറുത്തു, എത്രയോ പ്രാവശ്യം ഈ ദൈവത്തെ മറന്നുപോയി, എത്രയോ പ്രാവശ്യം ആരാധന മറന്നു. എന്നിട്ടും ദൈവം നമ്മെ വിട്ടുപോയില്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ചില്ല, ദൈവം നമ്മെ തള്ളിക്കളഞ്ഞില്ല. എത്രയോ പ്രാവശ്യം ദൈവത്തോട് നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവത്തെ കളിപ്പിച്ചു. എത്രയോ ഞായറാഴ്ചകൾ വന്ന് നമ്മൾ തീരുമാനമെടുത്തു, പലപ്പോഴും ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നില്ല. എത്രയോ ഉപവാസ പ്രാർത്ഥനകൾ നമ്മൾ തീരുമാനമെടുത്തു, ആ തീരുമാനത്തിലൊന്നും നമ്മൾ ഉറച്ചു നിന്നില്ല. എല്ലാ യോഗത്തിന് ക്രോസ് ഓവർ സർവീസിനും വന്ന് നമ്മൾ 100 തീരുമാനം ഡയറിയിൽ എഴുതിയെടുത്തിട്ടാ പോകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിന്റെയും മുൻപിൽ, പ്രലോഭനങ്ങളുടെ നടുവിൽ നമുക്കത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. പക്ഷെ വചനം പറയുന്നു, ദൈവം അവരുടെ കൂടെ ഇരുമോ. നിന്റെ കുടുംബം തകരാത്തത്, നിന്റെ തലമുറ നശിച്ചു പോകാത്തത്, സഭ തകരാത്തത്, നമ്മുടെ ശുശ്രൂഷ തകരാത്തത്, പ്രിയ കൂടപ്പിറപ്പേ മക്കളെ, നമ്മൾ നശിച്ചു പോകാത്തത് ദൈവം നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും നന്മകൾ അനുഭവിക്കുന്നുണ്ടോ? ദൈവം കരുതുന്നെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എൻ്റെ കയ്യിൽ തന്നതെല്ലാം അർഹതയില്ലാത്തതാണെന്ന് ഉറപ്പുണ്ടോ? ഇതെല്ലാം ലഭിച്ചത് ദൈവം കൂടെ ഇരുന്നത് കൊണ്ടാണ്. കയറിക്കിടക്കാൻ ഒരു ഭവനം ഉണ്ടായി, ദൈവം കൂടെ ഉണ്ടായിരുന്നത്. വാഹനം തന്നത് ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. എത്രയോ തലമുറകൾ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഇന്ത്യയുടെ തലസ്ഥാനത്ത്, ഇപ്പോഴൊന്നുമല്ല, കോവിഡ് സമയത്ത് നടു റോട്ടിൽ പട്ടി ചത്തു കിടന്നപ്പോൾ ആ പട്ടിയുടെ മാംസം വാരി ഭക്ഷിക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രമടങ്ങുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. 2020 ഇന്ത്യയുടെ തലസ്ഥാനത്ത്
ആഹാരം കിട്ടാത്തത് കൊണ്ട് ഒരു യുവാവ് ചത്തുനാറിക്കിടന്ന പട്ടിയുടെ മാംസം ഭക്ഷിക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. ഇന്ന് പകൽക്കാലം എന്തിനെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? വേദന വന്നിട്ടില്ലെന്നല്ല, എങ്കിലും ശൂന്യത വന്നിട്ടില്ലെന്നല്ല, അന്നുള്ളതെല്ലാം തന്ന ദൈവം നടത്തുന്നില്ലേ? നാളത്തെ പകൽ എന്താകും? അവർക്ക് ഞാൻ എങ്ങനെ ആ നന്മ കൊടുക്കും? എനിക്ക് വേണ്ടി ആര് കരുതും? എനിക്ക് വേണ്ടി ആര് നന്മ തരും? ഒരു വ്യക്തിയും എന്നെ സഹായിക്കാനില്ലല്ലോ. ചേർത്ത് പിടിച്ചവരെല്ലാം ഇന്ന് മാറിപ്പോയില്ലേ എന്നോർത്ത് കരഞ്ഞ രാത്രികളിൽ ഇറങ്ങി വന്ന് ചേർത്ത് പിടിച്ചൊരു ദൈവമില്ലേ? ആരോടൊക്കെ ദൈവം ഇടപെടുക. മകളെ, ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരം ഇന്നുള്ളതുപോലെ നിലനിൽക്കുന്നതേ ദൈവം നിന്റെ കൂടെ ഇരുന്നത് കൊണ്ടാണ്. പലരും പദ്ധതി ഇടാഞ്ഞിട്ടല്ല, പലരും ശാപം പറയാഞ്ഞിട്ടല്ല, പലരും തകർക്കാൻ നോക്കിയപ്പോഴും ദൈവം വളർത്തിയതേ. പലരും നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ സംസാരിച്ചപ്പോ, നിന്റെ ഭാവിക്കെതിരെ സംസാരിച്ചപ്പോ, നിനക്കെതിരെ പദ്ധതി എടുത്ത് കൂട്ടുകെട്ടുകൾ കൂടിയപ്പോൾ നീ തകരാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നത് കൊണ്ടാ, ദൈവ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. അമ്മ, എനിക്ക് ആഴത്തിൽ നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരുമേശ നേരത്തെ എടുത്തേ. അമ്മേ, പക്ഷെ എത്രത്തോളം എൻ്റെ മുമ്പിൽ സമയമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഹൃദയം തൊട്ട് ഞാൻ പറയാ, വായിച്ച വചനത്തിൻ്റെ 3-4 വാക്കുകൾ താഴോട്ട് വായിക്കണം. ഇസ്രായേലിനെ പറ്റി പറയുന്നത്, അവർ സിംഹിയെപ്പോലെ എഴുന്നേറ്റു. ആരെ പോലെ? സിംഹിയെപ്പോലെ എഴുന്നേറ്റു. അവർ ബാലസിംഹത്തെ പോലെ ശക്തിപ്പെട്ടു. ശാരാധരകൾക്ക് എന്തുകൊണ്ട്? ആ പദങ്ങൾ ഒറ്റ വാക്യം ഒന്ന് വായിച്ചുവിടാമോ? 23 വായിച്ചാട്ടെ. 23 21 മുതൽ ഒന്ന് വായിച്ചാട്ടെ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേൽ കഷ്ടത്തിൽ ദർശിപ്പാനില്ല. അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവന്റെ മധ്യയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം അവനെ അടിമമായിടായ മിസ്രൈമിൽ നിന്ന് ശത്രുവിന്റെ നുകത്തെ തകർത്ത് അവനെ ഒരു അടിമയായി കിടന്നവനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയുള്ള ബലമ കൊടുത്തേ? കാട്ടുപോത്തിന്റെ ബലം അവന് കൊടുത്തിരിക്കുക. ഇന്ന് പകൽക്കാലം അടിമനുഖങ്ങളെ പൊളിച്ച്, നിന്ദകളെ, കഷ്ടതകളെ, കണ്ണുനീരുകളെ പൊളിച്ച് നിനക്കെന്റെ ദൈവം തന്ന ബലത്തിന്റെ പ്രത്യേകത അത് കാട്ടുപോത്തിന്റെ ബലമാ. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു. കേട്ടെ, എന്തുകൊണ്ട് പറ്റില്ല? അവിടെ നടുവിൽ ദൈവമുണ്ട്. ദൈവമുള്ളത് കൊണ്ട് ആ വിചാരം യാക്കോബിന് പറ്റില്ല. ലക്ഷണവ്യത്യ ഇസ്രായേലിന് ഫലിക്കില്ല. എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാമോ പ്രിയരെ? ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, മന്ത്രവാദം ചെയ്യാഞ്ഞിട്ടല്ല, നിനക്കെതിരെ പദ്ധതി ഒരുക്കാഞ്ഞിട്ടല്ല. എൻ്റെ ഭാഷയെ പറഞ്ഞ പഠിച്ച 18 പടി അവർ നോക്കി തൊടാൻ കഴിയാത്തതിന് കാരണം ദൈവം നിന്റെ നടുവിലുണ്ട്. ദൈവം നിന്റെ നടുവിലുണ്ട്. ദൈവം നിന്റെ നടുവിലുണ്ട്. ഈ പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കെതിരെ ചെയ്ത ചില ശത്രുവിന്റെ ആ വിചാരത്തിന്റെ കെട്ടുകൾ ഈ പകൽ എൻ്റെ ദൈവം തച്ചുടച്ചു മാറ്റി ചില കൂടാരങ്ങളെ ഇന്ന് പകൽ വിടുവിക്കുക. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ചില തലമുറയുടെ പാപികളെ ബന്ധിച്ച് എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു, പേര് പറഞ്ഞു പാപിയെ ബന്ധിച്ച കെട്ടുകളെ ആത്മാവ് ഈ ആരാധനയുടെ മടുവിൽ, ഈ ദൈവസഭയുടെ മടുവിൽ ഇന്ന് പകൽ പൊളിക്കുക. ആലയത്തിൽ കടന്നു വരുന്ന കുടുംബങ്ങളുടെ പേര് പറഞ്ഞു കെട്ടിയ
ആലയത്തിന്റെ ആകൃതിയിൽ പണിത് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കരമടിച്ചു ദൈവത്തെ സ്തുതിക്ക്. ഷാരാബാല ഹർത്താബാല ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ? യാക്കോബിന് ആ വിചാരം യാക്കോബിന് വലിക്കയില്ല. എന്തുകൊണ്ട് വലിക്കയില്ല? അവിടെ നടുവിൽ ദൈവമുണ്ട്. അവിടെ നടുവിൽ ദൈവമുണ്ട്. ആ വിചാരമെല്ലാം വലിക്കുന്നുണ്ടോ? പണങ്ങരുത്. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട്. ആ വിചാരമെല്ലാം ഫലിക്കുന്നുണ്ടോ? ലക്ഷണവിദ്യ വല്ലതും പറ്റുന്നുണ്ടോ? ദൈവം പോയി, ദൈവം പോയി, മഹത്വം പോയി. തിന്മ വെളിപ്പെടുന്നുണ്ടോ? മഹത്വം പോയി, മഹത്വം പോയി. ദൈവം ഇല്ല. കഷ്ടത ദർശിക്കുന്നുണ്ടോ? പക്ഷേ ജീവിതം മുഴുവനും കഷ്ടതയാ. കഷ്ടത ദർശിക്കുന്നുണ്ടോ? ദൈവം പോയി. ദൈവമുള്ളടുത്ത് തിന്മ കാണുവാനില്ല, കഷ്ടത ദർശിക്കാനില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കില്ല. ലക്ഷണവിദ്യയോ ഇസ്രായേലിന് പറ്റില്ല. അവർക്ക് കാട്ടുപോത്തിന്റെ ബലം അവർ ധരിച്ചിരിക്കുക. അമ്മ, ഇന്ന് പകൽക്കാലം നമ്മൾ വന്ന് കൈയടിക്കുമ്പോഴേ നമുക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കുന്നില്ലെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ശത്രുവിനെ ഒന്നും വലുതായി കാണണ്ട. നിന്റെ കൂടെ ദൈവം ഉണ്ടോ എന്ന് നോക്കിയാൽ. അമ്മേ, വേദപുസ്തകം എടുത്ത് ഇറങ്ങുന്നതിന് മുമ്പേ എൻ്റെ വീട്ടിൽ ദൈവം, അമ്മേ, മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ഉള്ളിൽ. അമ്മേ, അതൊരു പ്രവാചകൻ കൈവച്ച് തൂത് പറയണ്ട. നിനക്കറിയാം നീ ദൈവ വഴിയിലാണോ അല്ലേ എന്ന്. നിനക്കറിയാം നീ ആലയത്തിലുണ്ടോ, അതേ ഉടായ്പ് കാണിച്ച് ജീവിക്കുകയാണോ എന്ന് നിനക്ക് നന്നായിട്ട്. ആരും ഒന്നും പറയണ്ട. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. തിരുവനന്തപുരം ആലയത്തിൽ വരുന്നൊരു കുടുംബം, അമ്മൻ അവിടെ നമുക്ക് റെൻ്റാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, പിന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞ പാസ്റ്ററേ, ഇന്നേക്ക് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ളൊരു പാസ്റ്ററാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. പാസ്റ്റർ വന്ന് നമ്മുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടത്തി. പാസ്റ്റർ പറഞ്ഞെന്ന് അവരുടെ ഉള്ളിലും ഉണ്ട്, അവരുടെ ഉള്ളിലും ഉണ്ട് അതേ സാധനം വീട്ടിൻ്റെ വെളിയിലും കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. ഞാൻ തിരിച്ചൊറ്റ വാക്കേ ചോദിച്ചോളൂ, ഈ പറഞ്ഞ ആളോട് അതൊന്ന് എടുത്തു തരാൻ പറഞ്ഞിട്ട്. എടാ, ഈ മനുഷ്യന്റെ ചിന്തകൾക്കനുസരിച്ച് നീ ചലിക്കരുത്. നീ ഇസ്രായേലാണോ? ആ വിചാരം ഫലിക്കില്ല. ലക്ഷണവിത്ത് പറ്റില്ല. ഒറ്റ കാര്യം മതി, ദൈവം കൂടെ ഇരുന്നാ മതി. അമ്മേ, ഹല്ലേലൂയ. അവരെന്നോട് ചോദിച്ചു, പാസ്റ്റേ ഞാൻ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കണോ അത് കുഴിച്ച്? ഞാൻ പറഞ്ഞു, കുഴിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് ഇന്നും ഇല്ല, ഇനി നാളെ ഇല്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അഴിയേണ്ടത് അഴിയും, കേട്ട് പൊട്ടേണ്ടത് പൊട്ടും. ഇന്ന് പകൽ നീ ഇവിടെ ഇരുന്നാ മതി. ദൈവത്തിൻ്റെ സാന്നിധ്യം മടങ്ങി വന്നാൽ മതി. നിന്റെ ഗതികേട് മാറണോ? നിന്റെ അവസ്ഥ മാറണോ?
ഇവിടെ ഇരിക്കുന്ന അവസ്ഥയിലിരുന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഏറ്റുപറഞ്ഞിട്ട് ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ മടുവിലൊന്ന് വസിപ്പാവരണമേ. ഇസ്രായേലിന്റെ മടുവിൽ അങ്ങുണ്ടായിരുന്നപ്പോ അവർക്ക് കാട്ടുപോത്തിന്റെ ബലമുണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് എന്റെ ദൈവം അവരെ കൊണ്ടുവന്നു. അവിടെ മടുവിൽ ആ വിചാരം വലിച്ചില്ല, ലക്ഷണവിദ്യ പറ്റിയില്ല. അവരുടെ മടുവിൽ തിന്മ കാണാനില്ലായിരുന്നു, അവരിൽ കഷ്ടത ദർശിക്കാനില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിനകത്ത് 1-2 പദങ്ങളുണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യങ്ങളുണ്ട്. എൻ്റെ മുമ്പിൽ സമയമില്ല. ഒറ്റ കണ്ടീഷൻ, ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ മതി. ഈ പറയുന്നത് പോലെ എല്ലാം നിന്റെ ജീവിതം മാറും, നിന്റെ കുടുംബം മാറും, നിന്റെ ശുശ്രൂഷ മാറും, നിന്റെ തലമുറയുടെ ഭാവി മാറും, നിന്റെ സഭയുടെ സ്ഥിതി മാറും. ഇന്ന് പകൽ മനുഷ്യനല്ല കേട്ടോ നിന്നെ വിളിച്ചു വേർതിരിച്ചേ, ഒരു ദൈവദാസൻ അല്ല നിന്നെ വിളിച്ച് വേർതിരിച്ച്. ഒരുപക്ഷെ ഞങ്ങൾ അതിനൊരു മുഖാമിരമായിരിക്കുക, പക്ഷെ വിളിച്ചത് ദൈവമാ. അവൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാ വിളിച്ചത്. അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാ വിളിച്ചേ. അമ്മേ, ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ് നിർത്താൻ പോയി, എന്നെ പോയി സമയമില്ല. ഇന്ന് പകൽക്കാലം ദൈവം നടുവിലുള്ളത് കൊണ്ട് അവിടെ തിന്മ കാണുവാനില്ലാതായത്, കഷ്ടത ദർശിക്കാനില്ലാതായിരുന്നു. ദൈവം നമ്മുടെ നടുവിലുണ്ടായിരുന്നത് കൊണ്ട് അവിടം കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഒറ്റ പദം പറയുക, ദൈവം നടുവിലുണ്ടായിരുന്നത് കൊണ്ടാ ബിലയാമിന് ശാപം പ്രവചിക്കാൻ പറ്റാതെ പോയത്. ബിലയാമിന് ആഗ്രഹമുണ്ട് ഒന്ന് തകർത്ത് കളയണമെന്ന്. ചിലർക്കൊക്കെ വല്ലാത്ത ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹ. ലോ, എങ്ങനെയെങ്കിലും ഒന്ന് തകർത്തേ അമ്മേ, 5 കൊണ്ടേ, വല്ലാത്ത പൂതിയ. പക്ഷെ ഇന്ന് പകൽക്കാലം കേട്ടോ, ദൈവം നടുവിലുള്ളവനെ തകർക്കാൻ കഴിയില്ല, ദൈവം കൂടെയുള്ളവനെ നശിപ്പിക്കാൻ കഴിയില്ല. ഒറ്റ പദം ഞാൻ പറയാം, നീ അവനെതിരെ തിന്മ ഒരുക്കിയാൽ ആ തിന്മ നന്മയാകും. തിന്മ വരാഞ്ഞിട്ടല്ല, തിന്മ നന്മയായതാ. 2025 ശത്രു ചെയ്ത തിന്മകൾ നന്മയാകും. ശത്രു ചെയ്ത തിന്മകൾ നന്മയാകും. ശത്രു ചെയ്ത തിന്മകൾ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്നെ തകർക്കാനാ ചെയ്ത, പക്ഷെ എന്റെ ദൈവം അത് നന്മയാക്കി, അത് നന്മയാക്കി തീർക്കുന്നു, അത് നന്മയാക്കി തീർക്കുന്നു. അവൻ നിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കി എന്റെ ദൈവം തീർക്കുകയാ. പ്രിയരെ, എൻ്റെ മുമ്പിൽ സമയം ഒറ്റ വാക്കിൽ ഇതെന്ന് പറയാം, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. വചനം പറയുന്നു, മൊർദെഖായിക്കെതിരെ ഹാമാൻ കഴുകുമരം ഉണ്ടാക്കി. യഹൂദന്മാർ മുഴുവനും തകർത്ത് കളയാനാ കഴുകുമരം. പക്ഷെ അവൻ തിന്മയ്ക്കാ ചെയ്തേ. ഹലോ, അവൻ തിന്മയ്ക്ക് ചെയ്തത് എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റി. കഴുകുമരം ഒരുക്കിയവനെ എൻ്റെ ദൈവം തൂക്കി. ആമേ, കഴുകുമരം ഒരുക്കിയവനെ എൻ്റെ ദൈവം തൂക്കി. അവിടം കൊണ്ട് തീർന്നില്ല. ഹാമാനെയും അവൻ്റെ കൊട്ടാരത്തെയും, ഹാമാന്റെ കൊട്ടാരത്തെയും അവൻ്റെ മന്മകളെയും എസ്തേറിന്റെ കരത്തിൽ കൊടുത്തു. ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് കൈമാറ. തിന്മയ്ക്ക് പദ്ധതിയിട്ടവന്റെ മനോ ചില അവകാശങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ചില അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ഓ ഷാരാബാല ഹർഷാബാല. അമ്മേ, നമ്മൾ ആരാധിക്കാൻ പോവാ. ഈ ദൂതും കൂടെ പിടിച്ചിട്ട് ആരാധിക്കുക. അമ്മേ, യോസേഫ് സഹോദരന്മാരോട് പറയുന്നു, അമ്മേ, നിങ്ങൾ എൻ്റെ തിന്മയ്ക്ക് ചെയ്തു. എൻ്റെ ദൈവമോ മഹാജനത്തിൻ്റെ രക്ഷയ്ക്കത് കാരണമാക്കി. തിന്മ ചെയ്തതാ നന്മയായി വെളിപ്പെട്ടു. അതുകൊണ്ട് ഇസ്രായേൽ കൂടാരങ്ങൾക്കകത്ത് തിന്മ കാണാൻ ഇല്ല. ദൈവം കൂടെയുണ്ടോ? 2025 നീ നന്മ കാണും.
അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, നീ നന്മ കാണും. കൈവിടല്ലേ, കൈവിടല്ലേ. ഒരിക്കൽ കൂടെ പറഞ്ഞു, രാജ്യങ്ങളുടെ നന്മ കാണും, പട്ടണങ്ങളുടെ നന്മ കാണും, എൻ്റെ ദൈവം ഒരുക്കുന്ന നന്മ കാണും. ആ പദങ്ങൾ പറ, നന്മ കാണും, പട്ടണങ്ങളുടെ നന്മ കാണും, രാജ്യങ്ങളുടെ നന്മ കാണും, അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. അമ്മേ, ഹല്ലേലൂയ. എന്തുകൊണ്ട്? ദൈവം നമ്മുടെ നടുവിലുണ്ട്. ദൈവം നമ്മുടെ നടുവിലുണ്ട്. ബിലെയാം എഴുന്നേറ്റ് ശാപം പ്രവചിച്ചു, ദൈവം അനുഗ്രഹമാക്കി മാറ്റി. ഈ പകൽക്കാലം ആരെല്ലാം പദ്ധതി ഒരുക്കിയാലും ദൈവം അനുഗ്രഹിച്ചവനെ ആർക്കും ശപിക്കാൻ കഴിയില്ലെന്നേ. ദൈവം വിടുവിച്ചവനെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നേ. ഒറ്റ പദം ഞാൻ പറയാം, ശത്രു പല്ല് കടിച്ച് ദുഷ്ടന്റെ ആശ ആമേൻ നീ നന്മ കൊണ്ട് നിറയും. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ചാടി എഴുന്നേറ്റോ, നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോവാ. എല്ലാ കണ്ണും ദിവസം അടയട്ടെ. ലൈവിലൂടെ എന്നെ കാണുന്നവർ, ഈ ഹാളിനകത്തായിരിക്കുന്നവർ, എല്ലാ കണ്ണും ദിവസം അടയട്ടെ. ഒരു വാക്ക് നാം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും ദൈവസ്ഥലം എഴുതേറ്റതാകട്ടെ. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ ഹൃദയത്തെ ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിച്ചു. ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചു. ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട. ദൈവമേ എൻ്റെ കൂടെ ഒന്നിരിക്കണേ. യോസഫിന്റെ കൂടെ ഇരുന്നവനാണ്. മാറോടെ കരങ്ങളെ ചേർത്തൊന്ന് പിടിച്ചാട്ടെ. ഒറ്റ പദം പറഞ്ഞാട്ടെ, ദൈവമേ അപ്പാ നീ എൻ്റെ കൂടെ ഇരിക്കണേ, എൻ്റെ കൂടെ ഇരിക്കണേ, എൻ്റെ കൂടെ ഒന്നിരിക്കണേ. അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തിന്മ കാണില്ല, കഷ്ടത എന്നെ ദർശിക്കില്ല. കാട്ടുപോത്തിന്റെ ബലം എനിക്ക് തരും. ഞാൻ സിംഹിയെ പോലെ എഴുന്നേൽക്കും. ആ വിചാരം എനിക്ക് ഫലിക്കില്ല. ലക്ഷണവിധി എന്നിൽ പറ്റില്ല. പകലൊന്ന് പ്രാർത്ഥിച്ചാണ്. നന്മ പ്രാപിക്കും, തിന്മ തോടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തോടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമാണയും കൊടും കാറ്റിലെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമാണയും കൊടും കാറ്റിലെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവനാതിരുവയ്ക്കും. പാടകൾ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവനാതിരുവയ്ക്കും. പാടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഇത് പകലുറപ്പുണ്ടോ? നന്മ പ്രാപിക്കും, തിന്മ തൊടില്ല എന്നുറപ്പുള്ളവർ മാത്രം ഈ പകലിനോട് കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വർഗമേ, ഈ വചനം ഞാൻ അങ്ങനെ റിലീസ് ചെയ്യാം. ആർക്ക് ശപിക്കാൻ കഴിയാത്തവണ്ണം
അങ്ങയുടെ സാന്നിധ്യം ആർക്കും തകർക്കാൻ കഴിയാത്ത അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ആലയത്തിനകത്ത് അക്ഷരീരമായി ഇറങ്ങി വരണമേ. ഈ ജനങ്ങളുടെ മേലിറങ്ങി വരണമേ. ഞങ്ങളുടെ തലമുറ കൊണ്ട് തീരരുത്. തലമുറയോളം അങ്ങ് കൂടെ ഇരിക്കുന്ന വലിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപ പകലിറങ്ങി തിന്മ ആഭിചാരങ്ങൾക്കും ലക്ഷണവിദ്യകൾക്കും ഒതുക്കാൻ കഴിയാത്ത ഒരു തലമുറയായി, ഒരു ജനതയായി ഈ ദേശത്തിന്റെ നടുവിൽ കാട്ടുപോത്തിന്റെ ബലം ധരിച്ചവരാ ജനം മാറട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ പാടിയാട്ടെ. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഗിലെയാദിൽ വൈദ്യൻ അവൻ നിനക്കായി അഭിഷേകത്തിൽ തൈലക്കൂടൊരുക്കും. ഗിലെയാദിൽ വൈദ്യൻ അവൻ നിനക്കായി അഭിഷേകത്തിൽ തൈലക്കൂടൊരുക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ അവൻ ശാന്തമാക്കും. ഓ, നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ യേശു ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഓ, നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൽ തല തകർന്നതിനാൽ കൃഷിശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൽ തല തകർന്നതിനാൽ കൃഷിശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ യേശു ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടും കാറ്റിനെ യേശു ശാന്തമാക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഓളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ അവൻ അതിരുവയ്ക്കും, പടകിൽ
തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഓ നന്മ തിന്മ തൊടുകയില്ല, ഖേദം വരികയില്ല. നിന്റെ ഒരു വാക്കുമതി, നിന്റെ ഒരു വാക്കുമതി, വിശ്വാസത്തോടുകൂടി ഒരു വാക്കുമതി. ഈ പദം നിന്റെ ചരിത്രം തിരിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഓ നന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം ഈ പകലെന്ന ദൈവമിനെ ബലപ്പെടുത്തുകയാ. തിന്മയുടെ പദ്ധതികളെ ആത്മാവ് ശാസിച്ചിട്ട് തിന്മയെ നന്മയാക്കി മാറ്റുന്ന, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഈ പകൽ ഈ ബലം പ്രാപിക്ക്. കാട്ടുപോത്തിന്റെ ബലം പോലെ, കാട്ടുപോത്തിന്റെ ബലം പോലെ ഈ തലമുറയിൽ വ്യത്യസ്തനായി നിൽക്കുക. ആത്മാവിന്റെ ബലം ഈ പകൽ പ്രാപിക്ക്. ഒരു വ്യക്തിയെ പോലും ആത്മാവിൽ ഭൂതീകരിക്കുക, ഒരു വ്യക്തിയെ പോലും അപ്പനെ അങ്ങ് തൊടാതെ പോകരുത്. ഈ പകൽ അങ്ങ് തൊടാതെ പോകരുത്. ഇതുവരെ വെളിപ്പെടാത്ത തേജസ്, ഇതുവരെ വെളിപ്പെടാത്ത ബലം, ഇതുവരെ ധരിക്കാത്ത ദൈവകൃപ, ഇതുവരെ കാണാത്ത ദൈവമഹത്വം ഈ തലമുറയിൽ ചുമപ്പ്. തൊടുകയോ ഈ പകലെന്ന ദൈവം ചിലവനെ തൊടുകയോ. ഇതുവരെ വെളിപ്പെടാത്ത ദൈവശക്തി, ഇതുവരെ വെളിപ്പെടാത്ത ബലം, ഇതുവരെ പ്രാപിച്ചെടുക്കാത്ത അഭിഷേകം, ഇതുവരെ സ്വീകരിക്കാത്ത ആത്മബലം
പവർ, ഇതുവരെ വെളിപ്പെടാത്ത ദൈവിക കാട്ടുപോത്തിന്റെ ബലം പോലെ, കാട്ടുപോത്തിന്റെ ശക്തി പോലെ ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ എണ്ണത്തിൽ കൂട്ടാച്ചവർ, തിന്മ കാണുവാനില്ല, കഷ്ടത ദർശിപ്പാനില്ല. ദൈവം അവരുടെ കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവിടെ നടുവിലുണ്ട്. അപ്പാ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതാ. ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ ആശ്രയം അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളത്. എവിടെയൊക്കെ പതറിയപ്പോഴും പതറാതെ ചേർത്ത് പിടിച്ചത് അങ്ങയുടെ കൃപയാണ്. ഞാൻ ഈ പകൽക്കാല ഈ ജനത്തെ ഈ വചനമായി അയച്ച് ബ്ലസ് ചെയ്യുന്നു. അവർ ബലം ധരിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവമഹത്വം വെളിപ്പെട്ടതിനായി നന്ദി പറയും. ചിലതിനെ ആത്മാവ് ശക്തീകരിച്ചതിനായി നന്ദി, ചിലതിനെ ആത്മാവ് ശുദ്ധീകരിച്ചതിനായി നന്ദി. ഇന്ന് പകൽക്കാലം വീണ്ടും അധികമായി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ചലിച്ചതിനായി നന്ദി. ഈ പകൽക്കാലം ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവസന്നിധിയിൽ ഒന്നിരിക്കാമോ? ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കേണ്ട സമയമാണ്. ദശാംശമായ വഴിപാടായി കൊണ്ടുവന്നവർ, ദശാംശമായ വഴിപാടായി നേർച്ചയായി കൊണ്ടുവന്ന നന്മകൾ കരങ്ങളിലൊന്നെടുക്കാമോ? ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും തൈത്തുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? സ്വർഗീയ നല്ല കർത്താവേ, ഇല്ലായ്മയുടെ നടുവിൽ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ദശാംശമായി വഴിപാടായി നേർച്ചയായി സ്വമേധാദാനമായി ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ഓൺലൈനായി ഓഫ്ലൈനായി നന്മകൾ അർപ്പിക്കുന്നവരെ നീ കാണുന്നു. 1000 മടങ്ങ് പ്രതിഫലം കൊടുക്കും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് പ്രാർത്ഥിക്കും. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.